പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികൾ എന്നും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുന്നവരാണ്. നിലവിളക്ക് നിത്യവും തെളിയിച്ചാൽ വീട്ടിൽ ലക്ഷ്മി വിലാസവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിലവിളക്ക് തെളിയിക്കുന്നതിനൊപ്പം നാം ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി മുതലായവ പുകയ്ക്കാറുമുണ്ട്. ഇതിനോടൊപ്പം നാം ഒരു കിണ്ടിയിൽ ജലവും പകർന്നു വയ്ക്കാറുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ഭർത്താവിനൊപ്പം പുറം പൂജകളിലൊക്കെ പങ്കെടുക്കാൻ പോകാറുണ്ട്. അദ്ദേഹം ഒരു പ്രശസ്തനായ ജ്യോതിഷ പണ്ഡിതനും തന്ത്രിയൊക്കെയാണ്. അദ്ദേഹം നിർവഹിക്കുന്ന ആവാഹന കർമ്മങ്ങളിൽ ഒഴിവ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ പോകാറുള്ളത്. ഇങ്ങനെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴുണ്ടല്ലോ, അവരുടെ പൂജാമുറി ഞാൻ പരിശോധിക്കാറുണ്ട്. കാരണം പല വീടുകളിലെയും പ്രശ്നങ്ങൾ പൂജാമുറി തൊട്ട് തന്നെ കാണാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പലപ്പോഴും ചില പൂജാമുറികളിലൊക്കെ പൊട്ടിയ വിഗ്രഹങ്ങള്, തുളവീണ് എണ്ണ കിനിയുന്ന വിളക്കുകള്, അതുപോലെ ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില ദൈവിക ചിത്രങ്ങള്, ചില ചക്രങ്ങള്, ചില നിർമ്മാല്യ വസ്തുക്കള് മുതലായവയൊക്കെ കാണാറുണ്ട്. അതെല്ലാം എടുത്തു മാറ്റി നിർമ്മാല്യ ശുദ്ധിക്രിയകൾ ചെയ്തിട്ടേ പൂജാഹോമങ്ങളൊക്കെ ആരംഭിക്കാറുള്ളൂ. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു തെറ്റായ സമ്പ്രദായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണ്ടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ചിലരൊക്കെ കിണ്ടി വിളക്കിൻ്റെ വലത് ഭാഗത്തായിട്ട് വയ്ക്കാറുണ്ട്. ഇനി ചിലരാകട്ടെ ഇടത് ഭാഗത്ത് വയ്ക്കും. ചിലര് വിളക്കിന് നേർക്കായിരിക്കും വയ്ക്കുന്നത്. ചിലര് കിണ്ടിയിൽ പൂവ് ഇട്ട് വയ്ക്കാറുണ്ട്. ചിലരാകട്ടെ കിണ്ടിയുടെ വാലില് ചന്ദനത്തിരി തിരികെ വയ്ക്കും. ചിലര് അവിടെ ചിലപ്പോൾ പൂവായിരിക്കും തിരികെ വയ്ക്കുക. ഇതെല്ലാം അലങ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം നിങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലേ? ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, ഇത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. നമ്മുടെ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിൽ ഇടത് കിണ്ടി, വലത് കിണ്ടി എന്നിങ്ങനെ 2 കിണ്ടികളാണ് പൊതുവിൽ ഉപയോഗിക്കുക. ഈ ഇടത് കിണ്ടി നിർമ്മാല്യ ശുദ്ധിക്കായിട്ടും വലത് കിണ്ടി ദേവതാ പൂജയ്ക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ചെറിയൊരു വെള്ളിക്കിണ്ടി ഉണ്ടാകും. അത് പവിത്രക്കിണ്ടി എന്ന രീതിയിലാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അത് ഉപയോഗിക്കുന്നത് ഗായത്രി ജപത്തിന് വേണ്ടിയിട്ടും മറ്റു ദേവതാ ജപങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇനി തീർത്ഥക്കിണ്ടി എന്നുള്ള 4ാമത് ഒരു കിണ്ടിയുണ്ട്. ഇത് ചിലയിടത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഭക്തജനങ്ങൾക്ക് തീർത്ഥം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എന്നാൽ സാധാരണ നമ്മൾ വീടുകളിൽ പൊതുവെ ഒരു കിണ്ടിയാണ് പൂജാമുറിയിൽ ഉപയോഗിക്കുക. പണ്ടുകാലത്ത് പൂമുഖത്ത് കാല് കഴുകാനായിട്ട് ഒരു വാൽക്കിണ്ടി ഉപയോഗിച്ചിരുന്നു. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും തറവാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു ചടങ്ങായിട്ട് വയ്ക്കുന്ന ചില വീടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന കിണ്ടിയുടെ സ്ഥാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വലത് കൈ വരുന്ന ഭാഗത്ത് വലത് വശത്തായിട്ട് ആണ് കിണ്ടിയുടെ സ്ഥാനം. അത് മാത്രമല്ല, കിണ്ടിയുടെ വാൽ ഭാഗം എപ്പോഴും കിഴക്കോട്ട് തന്നെ ആയിരിക്കുകയും വേണം. ചിലർ ഈ വലത് ഭാഗത്ത് വയ്ക്കും, പക്ഷെ കിണ്ടിയുടെ വാല് നമുക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. വിളക്ക് വയ്ക്കുമ്പോൾ വിളക്കിന്റെ വലത് ഭാഗത്തായിട്ട് കിണ്ടി വയ്ക്കുക, അതും കിഴക്കോട്ട് വാല് വരുന്ന രീതിയിൽ വിളക്ക് വയ്ക്കുക. നമ്മൾ കിഴക്ക് പടിഞ്ഞാറായിട്ടായിരിക്കുമല്ലോ വീടുകളിലൊക്കെ വിളക്ക് കത്തിക്കുക. കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 തിരിയിട്ട് വിളക്ക് കത്തിക്കുകയാണ് സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്നത്. 5 തിരിയിട്ടുള്ള രീതിയുണ്ട്. അത് നമ്മളിങ്ങനെ നിത്യപൂജകളിൽ പൂജാമുറിയിൽ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇപ്പൊ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2 തിരിയിട്ട വിളക്കാണ്. അപ്പോൾ ആ വിളക്ക് വയ്ക്കുമ്പോൾ അതിന്റെ വലതുവശത്തായിട്ടാണ് നമ്മൾ കിണ്ടി വയ്ക്കേണ്ടത്. ഈ കിണ്ടിയുടെ ഈ ഒരു സവിശേഷമായിട്ടുള്ള ഒരു രൂപം ഉണ്ടല്ലോ, ഈ രൂപത്തിന് പ്രപഞ്ചത്തിലെ ഈശ്വരീയമായ തത്വങ്ങളെ സ്വയമേവ തന്നിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. സ്വയമേവ മന്ത്രമുരുവിടുന്ന 2 പൂജാവസ്തുക്കളെന്ന് പറയുന്നത് ഒന്ന് കിണ്ടിയും മറ്റൊന്ന് ശംഖുമാണെന്ന് പറയാറുണ്ട്. അതിനുള്ള കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൂജയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് കിണ്ടിയിലും ശംഖിലും ഒക്കെ വെള്ളം എടുത്തു വയ്ക്കാറുണ്ട്. പൂജാ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ മലർത്തി വയ്ക്കാൻ പാടില്ല. അത് കമഴ്ത്തിയേ വയ്ക്കാവൂ. അങ്ങനെ ഒരു ശാസ്ത്രവും കൂടി ഉണ്ട് കേട്ടോ. ഈ കിണ്ടിയുടെ നാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആ നാളം എന്ന് പറയുന്നത് ഊർജധാരാ കേന്ദ്രമാണ്. ഇതിലൊരിക്കലും ഈ ധൂപപ്രതീകമായ സാമ്പ്രാണിത്തിരി തിരികെ വയ്ക്കുക, പുഷ്പങ്ങൾ വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല.
ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വരുന്നുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും ഇത് ചെയ്യാതിരിക്കുക. കാര്യം അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഊർജത്തിന്റെ പ്രസരണത്തെ ഇത് തടയുന്നതുമായിരിക്കും. അതുപോലെ തന്നെ കിണ്ടിയിൽ നിന്നും പകരുന്ന ജലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റേതെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് നിങ്ങൾ ഒരാളുടെ കയ്യിലേക്ക് ജലം പകർന്നു കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ പകർന്നു കൊടുക്കുന്ന ജലം എന്ന് പറയുന്നത് ഈ പാത്രത്തിന്റെ മുകൾ പരപ്പിലുള്ള ജലമായിരിക്കും. പക്ഷേ കിണ്ടിയിൽ നിന്നുള്ള തീർത്ഥം അങ്ങനെയല്ല. അത് അടിയിൽ നിന്നുള്ള ജലത്തെ അഥവാ അന്തസത്തയെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ കിണ്ടിയിൽ ജലം വയ്ക്കുമ്പോൾ ഒരു തുളസിക്കതിര് അത് ഭക്തിയോടെ ആ ജലത്തിൽ സമർപ്പിക്കണം. ഈ തുളസിക്കതിരെന്ന് പറയുന്നത് വിഷ്ണു പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത്. മഹാലക്ഷ്മി ജലത്തിൽ ആഗമനം ചെയ്യാൻ ഇത് കാരണമായി തീരും. അതുപോലെ തന്നെ ഇതില് തെറ്റിപ്പൂക്കള് കൂടി നിക്ഷേപിക്കാറുണ്ട്. ഇത് ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തുളസിയിലയും തെറ്റിപ്പൂക്കളും വാഴനാരുകൊണ്ട് ചുവട് ഭാഗം കെട്ടിയിട്ടാൽ അത് പ്രാർത്ഥനാവേളയിൽ ഐശ്വര്യലക്ഷ്മിയുടെ പ്രത്യക്ഷ സാന്നിധ്യം നൽകുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ നിങ്ങൾ കിണ്ടിയിൽ ജലം വെച്ച് തുളസിയിലയും പൂക്കളും അർപ്പിച്ച് നിങ്ങളെ ഇഷ്ടമന്ത്രങ്ങളും ധ്യാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നന്നായി പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിയിച്ചാൽ അത് കുറഞ്ഞ പക്ഷം മിനിമം ഒരു 20 മിനിറ്റെങ്കിലും തെളിയിച്ചു വെച്ചേക്കണം. ഇനി വിളക്ക് കെടുത്തുന്നതിന് തൊട്ട് മുമ്പ് കിണ്ടിയുടെ നാവിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് കുടിക്കാം. അതുപോലെ തന്നെ കുറച്ച് ശിരസിൽ തളിക്കുകയും ചെയ്യാം. ശേഷം ഒരു പൂവെടുത്ത്, നമ്മൾ തട്ടത്തിൽ പൂക്കൾ വയ്ക്കുമല്ലോ, പൂക്കൾ വെച്ച് അലങ്കരിക്കുമല്ലോ, അതിൽ നിന്ന് ഒരു പൂവെടുത്ത് മെല്ലെ നമുക്ക് വിളക്ക് കെടുത്താവുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും തുളസി ഇലയെടുത്ത് വിളക്ക് കെടുത്താൻ ഉപയോഗിക്കരുത്. തുളസിയില അഗ്നി തൊടരുത് എന്നാണ് പ്രമാണം. അറിയാതെയെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങനെ ചെയ്യാതിരിക്കുക. തുളസിയില ഉപയോഗിച്ച് വിളക്ക് കെടുത്തരുത്. ഇനി പിറ്റേ ദിവസം നിങ്ങൾക്ക് കിണ്ടിയിൽ ശേഷിച്ചിരിക്കുന്ന ജലമുണ്ടല്ലോ, അത് തുളസിത്തറയിൽ ഒഴിക്കാവുന്നതാണ്. ഇനി തുളസിത്തറ ഇല്ലാത്തവർക്ക് തുളസി ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലോ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കുക. മാത്രമല്ല, ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും സർവ്വമംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി.